മോർണിംഗ് അഖില മിസ്സാണ്. സോ യെസ്, നമ്മുടെ എക്സാം ടൈം ആണ് അല്ലേ, ഓണം എക്സാം ആണ്. എൻ്റെ മക്കൾ ആദ്യമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ പാറ്റേണോട് കൂടിയിട്ടുള്ള എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരിക്കും, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു വർഷം മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാൻ പോവാണ്. എല്ലാ ക്ലാസ്സിലും അതെ, നമ്മുടെ കുഞ്ഞി ക്ലാസ്സിലും ആ ഒരു മാറ്റം വലിയ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 1ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതലാണ്? 20-ാം തീയതിയാണ് അല്ലെ. 20-ാം തീയതി നിങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഉദ്ഗ്രഥിതം 1 ആണ്. നമുക്കറിയാം നമ്മുടെ ഇന്റഗ്രേഷൻ ആണ് ഉദ്ഗ്രഥിതം എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ നമ്മുടെ മലയാളമൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഇനി എന്താണ് ഇതിനകത്ത് വരും. അപ്പൊ കഴിഞ്ഞ വർഷം വരെ ഇന്റഗ്രേഷന്റെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും മാത്സും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നാൽ ഈ വർഷം മക്കളെ അത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. മക്കൾ നോക്കിക്കോ, 20-ാം തീയതി ഇന്റഗ്രേഷൻ 1 ആണ് അല്ലെ. ആദ്യത്തെ ദിവസം കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായിരിക്കും. 21-ാം തീയതി ഇന്റഗ്രേഷൻ 2 ഉദ്ഗ്രഥിതം 2 ആണ്. അന്ന് കുറച്ചുകൂടെ വലിയ വലിയ ചോദ്യങ്ങൾ, നമ്മുടെ ഈ പറയുന്ന മലയാളത്തിലാണെങ്കിൽ കുറച്ചധികം എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. എന്നാൽ കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഇന്റഗ്രേഷൻ 3 കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ വർഷം അത് പാടെ അല്ലെ, അത് കംപ്ലീറ്റ് മാറി. പകരം എന്ത് വന്നു? പകരം ഇതാ നമുക്ക് 22-ാം തീയതി നിങ്ങൾ നോക്കിക്കേ, ഗണിതം മാത്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ആയിട്ട് എൻ്റെ മക്കൾ എഴുതാൻ പോവാണ്. സോ ആ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കണം. അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഫൈനലി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് 25-ാം തീയതി പിന്നെ 2 ദിവസം ലീവ് ഉണ്ട് അല്ലെ, ഇംഗ്ലീഷ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 26-ാം തീയതി അറബിക്കും സാൻസ്ക്രിറ്റും ആണ് അല്ലെ. അതിലേതെങ്കിലും എക്സാം നമുക്ക് എഴുതാം. സോ ഇത്രയുമാണ് നമുക്ക് എന്താ നമ്മുടെ എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഒക്കെ നോക്കുന്ന ആളുകൾക്ക്, പാരൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, നമുക്കിതാ ഈ വർഷം ഗണിത മാത്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതനുസരിച്ചുള്ള പ്രാക്ടീസ് ഒക്കെ തുടങ്ങണ്ടേ. സോ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, എക്സാമിന്റെ വീക്കാണ്. ദിവസവും എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇതിനകത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നോക്കുക. ആൻഡ് നമ്മുടെ ലൈവിൽ കൃത്യസമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഓണം എക്സാം ഒക്കെ തകർത്ത് സക്സസ് സെലിബ്രേഷനും കഴിഞ്ഞിട്ടേ ഞങ്ങൾ വെക്കേഷന് വിടുള്ളൂ കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണാം. ബൈ.